ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ദൈവസന്നിധിയിൽ ഒരു തവണ കൂടി കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനും പങ്കുവയ്ക്കുവാനും ദൈവമൊരുക്കിയ വലിയ അവസരത്തെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഓരോന്നും പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മൾക്ക് അവയെ ഓരോന്നും അടയാളങ്ങളായി മാറി, അനുഭവങ്ങളായി മാറി, സ്വർഗീയമായ വഴിത്താരകളായി മാറുവാൻ ദൈവത്തിൽ നമുക്ക് സങ്കേതപ്പെടാം. ഓരോ അത്ഭുതങ്ങളും എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള അനുഭവമാണ്. മന്ത്രവാദികളും മറ്റ് കൺകെട്ടുകാരും ചെയ്തിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. മായാജാലക്കാർ നമ്മുടെ കണ്ണിനെ വെട്ടിച്ചുകൊണ്ട് ചെയ്യുന്ന അതിശയ പ്രവൃത്തികൾ ഓരോന്നുണ്ട്. ഒരുപക്ഷെ അത്ഭുതം കൂറുന്ന ഒരുപാട് അത്ഭുതങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അത്ഭുതങ്ങളായി നമ്മൾ വിലയിരുത്തുന്നുമുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടും അവയോരോന്നും ജീവിക്കുന്ന അനുഭവങ്ങളായി ഇന്നും നിലനിൽക്കുന്നത് അവ വെറും കെട്ടുകഥകളോ അതിശയപ്രവൃത്തികളോ ആയിട്ടല്ല, അവയ്ക്ക് ജീവനുണ്ടായിട്ടാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവനുള്ള അത്ഭുത പ്രവൃത്തികളിലേക്ക്, സന്ദേശങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് സമീപിക്കാം. അവയെ ഹൃദയംഗമായി നമുക്ക് ഉൾക്കൊള്ളാം. ഈ ദിവസം കാനാ മുതൽ കാൽവരി വരെ എന്നുള്ള നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന തമ്പുരാൻ്റെ ശ്രേഷ്ഠമായൊരു അത്ഭുതം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗരസേന്യ ദേശത്തെ ഭൂതഗ്രസ്തൻ്റെ സൗഖ്യത്തെ പറ്റിയുള്ളതാണ്. അവർ ഗലീലയ്ക്കെതിരെയുള്ള ഗരസേന്യ ദേശത്തെത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വളരെ കാലമായി ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് അവനെ അഭിമുഖീകരിച്ചു. അവൻ വളരെ കാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറുകളിലാണ് വസിച്ചിരുന്നത്. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവന്റെ മുമ്പാകെ വീണു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, നിനക്കെന്നോട് എന്ത് കാര്യം? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങൾ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്തിരുന്നു. യേശു അവനോട്, നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലെഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. അവിടെ മലയിൽ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവയിൽ കടക്കുവാൻ അനുവാദം തരേണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ പന്നിക്കൂട്ടം കടും തൂക്കായ തടാകത്തിലേക്ക് പാഞ്ഞ് ശ്വാസം മുട്ടി ചത്തു. ഈ സംഭവിച്ചത് പന്നികളെ മേയ്ക്കുന്നവർ കണ്ടപ്പോൾ ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ അവർ യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധമുള്ളവനായും യേശുവിന്റെ കാൽക്കലിരിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ അവരോട് അറിയിച്ചു. ഗരസേന്യ ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ കയറി മടങ്ങിപ്പോന്നു. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ചെല്ലുവാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനോട് മടങ്ങിപ്പോകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിൽ എല്ലായിടത്തും അറിയിച്ചു. സമവീക്ഷണ സുവിശേഷങ്ങളിൽ 3-ലും ഇവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അത്ഭുത പ്രവർത്തികൾ നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടും പഠിച്ചിട്ടുമുള്ളതാണ്. യേശുതമ്പുരാൻ ഗരസേന്യ ദേശത്ത് അണഞ്ഞപ്പോൾ ഒരു ഭൂതഗ്രസ്തൻ പട്ടണത്തിൽ നിന്ന് കർത്താവിനെ എതിരേറ്റു വന്ന്
കർത്താവിനോട് ചില കാര്യങ്ങൾ സംവാദിക്കുകയാണ്. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് പോലും ആ ചങ്ങലകളൊക്കെ അവൻ ഒടിച്ചു കളയുമായിരുന്നു, പൊട്ടിച്ചു കളയുമായിരുന്നു. അങ്ങനെയുള്ള ഭൂതഗ്രസ്തനെ കർത്താവ് സൗഖ്യമാക്കി കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ ഇരുത്തുന്ന ശ്രേഷ്ഠമായൊരു സംഗതിയാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്. ഗലീലായിലെ ഗരസേന്യ ദേശം അഥവാ മറ്റു സുവിശേഷങ്ങളിൽ പറയുന്ന ഗദരദേശം ശ്രദ്ധേയമായ ഒരു സ്ഥാനമാണ്. ഇതിന് വേദപണ്ഡിതന്മാരും പിതാക്കന്മാരും പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. ദൈവത്തിൻ്റെ സുവിശേഷം കേൾക്കാതെ ദൈവത്തിൽ നിന്നകന്ന് അഹങ്കാര മനസ്സോടും സ്വാർത്ഥതയോടും അധാർമികതയോടും ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുടെ വാസകേന്ദ്രമായിരുന്നു ഇതെന്നാണ് പൊതുവെയുള്ള പഠനവും വിലയിരുത്തലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഒരു ഭൂതഗ്രസ്തൻ വന്നു എന്നുള്ളതിനെ ജാതീയമായും വർഗീയമായും സാംസ്കാരികപരമായും ഒക്കെ പലരും വ്യാഖ്യാനിക്കാറുണ്ട്. ഈ ദേശത്ത് ഗരസേന്യ എന്ന് പറയുന്ന ദേശത്ത്, ഗദര എന്ന് പറയുന്ന ദേശത്ത് ആ ഭൂതഗ്രസ്തന് പാർക്കുവാനുള്ള അനുയോജ്യമായ ചില കാലാവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദീർഘകാലമായി അവൻ കല്ലറകളിൽ പാർത്തത്, അവൻ വസ്ത്രം ധരിക്കാതിരുന്നത്. അവനെ ഒതുക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലും ചില ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്, സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. കാരണം അങ്ങനെയുള്ള ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുവാനോ അവന് രക്ഷയുടെ സന്ദേശം പകർന്നു കൊടുക്കുവാനോ നല്ല ബൗദ്ധികമായ കാര്യങ്ങൾ ഉപദേശിക്കുവാനോ ഉള്ള ഉപദേഷ്ടാക്കന്മാരുടെ കുറവ് അവിടെയുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരുടെ കുറവ്, ദൈവത്തെ വിളിക്കുന്നവരുടെ കുറവ്, ആത്മീകമായ ജ്ഞാനം സമ്പാദിച്ചവരുടെ കുറവ്. അങ്ങനെയുള്ളവരുടെ ഇടയിൽ, പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുടെ ഇടയിൽ സാത്താന്യ ശക്തി വളർന്നു വികാസം പ്രാപിക്കും. അവൻ കൂടുതലായി ശക്തിപ്പെടും. അങ്ങനെയുള്ളവരുടെ ഉപദേശങ്ങൾ, പഠിപ്പിക്കലുകൾ ഇവയൊക്കെ സാത്താൻ്റേതായ ഉപദേശങ്ങളായിട്ടാണ് പുറപ്പെട്ടു വരുന്നത്. അപ്പം നമ്മൾ ആമുഖമായി ഇതിൻ്റെ പശ്ചാത്തല പഠനത്തിൽ പ്രത്യേകിച്ച് ഓർക്കേണ്ടതായ ഒരു കാര്യം, എവിടെ സാത്താൻ ശക്തിപ്പെടുന്നുവോ, എവിടെ ദുശക്തി ഉയർന്നു നിൽക്കുന്നുവോ അതിൻ്റെ അർത്ഥം അവിടെ ധാർമ്മിക അപജയമുണ്ട്, പ്രാർത്ഥനയുടെ കുറവുണ്ട്. അവനെ ഓടിക്കുവാനുള്ള പ്രാർത്ഥന എന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ദൈവമകൻ ഉയരണം, ഒരു ദൈവഭക്തൻ ഉയരണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളുമൊക്കെ ഈ ഗരസേന്യ ദേശത്തിൻ്റെ പ്രതീകങ്ങളാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഭൂതഗ്രസ്തന്മാരെയും ഭൂതങ്ങളെയും വളർത്തുവാനുള്ള, പടർന്ന് പന്തലിപ്പിക്കുവാനുള്ള ഭൂമികകളായി, ജനപദങ്ങളായി നമ്മളും നമ്മുടെ സമൂഹവും മാറ്റപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നാം ചിന്തിക്കണം, ധ്യാനിക്കണം, ദൈവകൃപയിൽ ആശ്രയിക്കണം. ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ആത്മീയത എന്തെന്ന് പ്രാർത്ഥനാപൂർവം വിചിന്തനം ചെയ്യണം. യേശു തമ്പുരാൻ ഗരസേന്യ ദേശത്ത് പ്രവേശിച്ചപ്പോൾ ഈ ഭൂതഗ്രസ്തൻ യേശുവിനെ സമീപിച്ച്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അപ്പോൾ യേശു തമ്പുരാൻ ഈ പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ ഭൂതഗ്രസ്തൻ കർത്താവിനെ എതിരേറ്റു വന്നു എന്ന മുൻവാക്യത്തിൽ പറയുന്നത്, ഇവനോട് ആ മനുഷ്യനിൽ നിന്നും വിട്ടുപോകുവാൻ യേശു മുൻകൂട്ടി കൽപ്പിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടാണ് യേശുവിനെ എതിരേറ്റ് ആ ഭൂതഗ്രസ്തനായ മനുഷ്യൻ കടന്നു വരുന്നത്. യേശു എവിടെ വെച്ച്, എങ്ങനെ, എന്തിന് അവനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഒന്നും വേദപുസ്തകം നമുക്ക് തരുന്നില്ല. മറിച്ച് ആ ഭൂതഗ്രസ്തൻ യേശുവിനെ എതിരേറ്റുവന്ന് ആദ്യമേ ഇപ്രകാരം പറയുകയാണ്. അതിനു മുൻപ് തന്നെ കർത്താവ് അവനോട് പറഞ്ഞിരുന്നു. അതായത് ഗരസേന്യ ദേശത്തേക്ക് കർത്താവ് പ്രവേശിച്ചപ്പോൾ തന്നെ കർത്താവിൻ്റെ സാമീപ്യം മനസ്സിലാക്കിയ ദുഷ്ടശക്തി, ആ ദുരാത്മാവ് അവനോട് കർത്താവ് പറയുകയാണ്, നീ പോകണം. കർത്താവും ആ ഭൂതവും തമ്മിൽ
ഒരു പ്രത്യേകമായ സംഭാഷണം നടന്നു കഴിഞ്ഞിരുന്നു. അതായത് അതുവരെയും അവനെ ആർക്കും ബന്ധിക്കാൻ സാധിച്ചിരുന്നില്ല. അവൻ വളരെ ശക്തനായിരുന്നു. എന്നാൽ കർത്താവെന്ന രക്ഷകനെ കണ്ടപ്പോൾ, തൻ്റെയും സൃഷ്ടാവിനെ കണ്ടപ്പോൾ അവൻ ഭയന്ന് യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നുള്ള വാക്ക് ചോദിക്കുകയാണ്. കാരണം സാത്താൻ അറിയാം തമ്പുരാൻ ആരാണെന്ന്. യേശു തമ്പുരാൻ ഗരസേന്യ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ അവനെ യേശുവെന്നും മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നും തിരിച്ചറിഞ്ഞ് ആ ഔന്നത്യത്തോടുകൂടി ആദ്യമേ പറഞ്ഞത് ആ ഭൂതം ബാധിച്ച ആ ഭൂതഗ്രസ്തനായ മനുഷ്യനാണ്. ബുദ്ധിയുള്ള മനുഷ്യർക്ക്, വിദ്യാഭ്യാസമുള്ള മനുഷ്യർക്ക്, ആത്മീകരെന്ന് വിലയിരുത്തപ്പെട്ട മനുഷ്യർക്ക് കർത്താവിനെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന് വിളിക്കുവാൻ തക്കോണം സാധിച്ചില്ല. അവിടെയാണ് നമ്മുടെ ആത്മീയതയുടെയും പ്രാർത്ഥനയുടെയും വ്യത്യാസം. നമ്മൾ ചിന്തിക്കും സാത്താൻ ദുഷ്ടനാണ്, അവൻ ദുർബുദ്ധിയാണ്, ഒരുപാട് അക്രമ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. പക്ഷേ ദൈവത്തെ യഥാർത്ഥമായി അവൻ്റെ പൂർണ്ണരൂപത്തോടുകൂടി കണ്ടിട്ടുള്ളത് സാത്താനാണ്. ആ സാത്താൻ അറിയാം അവനോട് മത്സരിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ സാത്താൻ ആദ്യമേ തന്നെ കർത്താവിനെ എതിരേറ്റു വരികയാണ്. എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറയുകയാണ്. സാത്താൻ ദൈവത്തോട് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്? യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന പല മുഖങ്ങളോടുകൂടിയ ദൈവരൂപത്തെപ്പറ്റി നമ്മൾ തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നോക്കുമ്പോൾ മന്ദസ്മിതത്തോടെയുള്ള, ശാന്തതയോടെയുള്ള, സൗമ്യനസത്തോടെയുള്ള ഒരു രൂപത്തെ കാണാം. എന്നാൽ സാത്താൻ ദൈവത്തെ നോക്കുമ്പോൾ അവൻ വിറയ്ക്കും, അവൻ ഭയപ്പെടും. അനേകം ചിറകുകളുള്ള ദൂതന്മാർ വിറച്ചു വാഴ്ത്തുന്ന ദൈവത്തെ, ആ ദൈവത്തിൻ്റെ മഹിമയോടുകൂടി സാത്താൻ കണ്ട് ഭയക്കുമ്പോൾ ഇന്ന് മനുഷ്യൻ ഏത് രീതിയിലാണ് ദൈവത്തെ എടുക്കുന്നത്? നമ്മൾ വളരെ വിമർശനാത്മകമായ ബുദ്ധിയോടുകൂടി തന്നെ എടുക്കാം. സാത്താൻ അവനെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന് വിളിക്കുമ്പോൾ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അവരിൽ നിന്ന് അങ്ങനെ കേൾക്കാനല്ല ദൈവത്തിന് ആഗ്രഹം. മറിച്ച് ദൈവ സൃഷ്ടിയായ നമ്മിൽ നിന്ന് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നുള്ള വിളി കേൾക്കുവാനും അവനെ സ്തുതിക്കുന്നത് കേൾക്കുവാനും അവൻ ആഗ്രഹമുണ്ട്. കോടാനുകോടി ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നതിലും മനുഷ്യൻ്റെ വായിൽ നിന്നുയരുന്ന ഓരോ സ്തുതിഗീതങ്ങളിലും ദൈവത്തിന് ഇഷ്ടമുണ്ട്. മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സന്തോഷിക്കുന്ന ദൈവം എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആ ഒരു അനുഭവം തന്നെയാണ്. വീണ്ടും നമ്മൾ ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു, അവൻ അതിശക്തനായിരുന്നു. ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചിട്ടും അവനെ ബന്ധിക്കാൻ സാധിച്ചില്ല. അത് അവൻ ഒടിച്ചു കളയുമായിരുന്നു. ഒരു സാധാരണ വ്യക്തിക്ക് പ്രാപ്യമായതിലും അപ്പുറമായ ചില കാര്യങ്ങളാണ്. ഒന്നാമതായി, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ബുദ്ധിയുള്ളവൻ നഗ്നനായി നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവൻ്റെ നഗ്നതയെ അവന് മറയ്ക്കണം. രണ്ടാമതായിട്ട്, വലിയ ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ സാധാ ബലമുള്ള ഒരു മനുഷ്യൻ അവനൊരിക്കലും അതിനെ പൊട്ടിച്ചു കളയാൻ പറ്റത്തില്ല. അസാമാന്യ ശക്തിയുണ്ടെന്ന് ചില മനുഷ്യരെ നമ്മൾ അവരുടെ മേൽ ആരോപിച്ച് അവരത് ചെയ്യുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത അതല്ല. ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, അവന് നഗ്നത മറയ്ക്കാൻ അവന് തോന്നുന്നില്ല. എന്നാൽ ചങ്ങലകളെ അവൻ ഉരുമ്മി ഒടിച്ചു. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കണം, ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ അവൻ നഗ്നനാണെന്ന് തിരിച്ചറിയുന്നില്ല, നഗ്നത മറയ്ക്കണമെന്ന് തോന്നുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും നമ്മളുടെ പല നഗ്നതകളും മറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടേതായ ജീവിതചര്യയിലൂടെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നഗ്നരാണെന്നും ബലഹീനരാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് ദൈവ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോഴാണ്. ഞാൻ അരിഷ്ടനല്ല, ഞാൻ ബലഹീനനല്ല, എന്നെക്കൊണ്ട് ചിലതൊക്കെ സാധിക്കുമെന്ന് നമ്മളെപ്പം ചിന്തിക്കുന്നുവോ, അതിൻ്റെ അർത്ഥം അതിന് കാരണമായ നമ്മളെ അങ്ങനെ തോന്നിക്കുന്ന ഒരു ദുരാത്മാവ് നമ്മിലുണ്ട്. നമ്മൾ ദുരാത്മാവെന്ന് പറയുമ്പോൾ പല്ലുന്തിയ, കണ്ണുകളുന്തിയ, ചിറകുകളുള്ള, കറുത്ത രൂപമുള്ള ദുരാത്മാവിനെ ഒന്നും കാണണ്ട. വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി നടക്കുന്ന ദുരാത്മാവിനെക്കുറിച്ച് തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ അഹങ്കാരികളാകുമ്പോഴും, സ്വാർത്ഥതയിൽ പോകുമ്പോഴും, നമ്മളുടെ ബലഹീനത സമ്മതിക്കാതിരിക്കുമ്പോഴും, തലക്കനം കാണിക്കുമ്പോഴും ഒരു ദുരാത്മാവ് നമ്മിലുണ്ട്.
ഗരസേന്യ ദേശത്തെ ദുരാത്മാവിൻ്റെ പിൻഗാമികൾ നമ്മളിലുമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ വായിച്ചു, ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം ഇതാ, ദൈവത്തോട് ചേരുന്ന ദൈവമക്കൾക്ക് ദൈവം നൽകുന്നത് അസാമാന്യമായ ഇത്തരത്തിലുള്ള ഭൗതിക കഴിവുകളല്ല, പലതിനെ ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള ശക്തിയാണ്. ചങ്ങലകൾ ഉരുമി ഒടിക്കുന്നതിനേക്കാൾ വലിയ ശക്തി വേണം ക്ഷമിക്കാനും സഹിക്കാനും പ്രാർത്ഥിക്കാനും മറക്കാനുമൊക്കെ. എന്നാൽ സാത്താൻ തരുന്നത് ക്ഷമിക്കാനുള്ള ശക്തിയല്ല, മറക്കാനുള്ള ശക്തിയല്ല, അതായത് നെഗറ്റീവ് എനർജിയാണ്. നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ഓർത്തോണം വിപരീതാത്മക ശക്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ചില കാര്യങ്ങൾ ഓർത്തോണം. ചിലപ്പോൾ ദുഷ്ടപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ദുർബുദ്ധി ഭയങ്കരമായിട്ട് വരും, ശക്തി ഭയങ്കരമായിട്ട് വരും. ആ സമയത്ത് നമ്മുടെ ശബ്ദം ഉയരും, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് നമ്മൾ പ്രവർത്തിക്കും. അതിൻ്റെ കാരണം പ്രിയമുള്ളവരെ മറ്റൊന്നുമല്ല, എന്നാൽ നന്മ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്, വലിയ ഭാരം ചുമക്കുന്നതായിട്ട് തോന്നും. ദുരാത്മാവ് ഒരു മനുഷ്യനിൽ വരുമ്പോൾ കൊല്ലാനും കൊലപാതകിയാകാനും അസൂയ ചിന്തിക്കുവാനും ദോഷങ്ങൾ ചെയ്യുവാനും ഒരുപാട് ശക്തിയാണ്. നന്മ ചെയ്യുന്നതിനേക്കാൾ വലിയ ശക്തി തിന്മ ചെയ്യാൻ ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കോ, നീതിമാനായി ജീവിക്കേണ്ട കയീൻ എങ്ങനെയാണ് നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ഹാബേലിനെ കൊന്നത്? എന്തൊരു ദുശക്തിയാണ് അവന് കിട്ടിയത്. നീതിമാനായ നോഹ ഒരു നിമിഷം മറന്നുപോയപ്പോൾ അവൻ വീഞ്ഞ് സേവിച്ച് നഗ്നനായി കിടന്നു. തൻ്റെ നഗ്നത മറ്റുള്ളവരോട് പറഞ്ഞ തൻ്റെ മകനെ അവൻ ശപിക്കാനും തയ്യാറായി. എങ്ങനെയാണ് അവൻ ശപിച്ചത്? അതേ സഹോദരങ്ങളെ, ദുരാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മളുടെ ഓട്ടം അതിവേഗതയിലായിരിക്കും. സാധാരണ രീതിയിൽ പണം സമ്പാദിക്കാനുള്ള പരിശ്രമമല്ല, സാധാരണ രീതിയിൽ ബുദ്ധി സമ്പാദിക്കാനുള്ള പരിശ്രമമല്ല. ആ സമയത്ത് അന്യായമായി പണം സമ്പാദിക്കാൻ ഓടും, അനീതിപരമായി ലാഭം നേടാൻ ഓടും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഒരു ബിസിനസ് നടത്തുന്നവൻ മാന്യമായ ലാഭം നേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ബിസിനസ്സുകാരും അങ്ങനെയുള്ളവരൊക്കെ കാണും. പ്രത്യേകിച്ച് ഓർത്തോണം, നമുക്ക് മാന്യമായി ലാഭത്തിനുള്ള അവസരങ്ങളുണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ അന്യായമായി പറയാൻ, അന്യായമായി കുറ്റം പറയാൻ, മറ്റുള്ളവരെ അന്യായമായി നിന്ദിക്കാൻ, അരുതാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുകളിൽ ആരോപിക്കാൻ, ഇതൊക്കെ ശ്രമിക്കുമ്പോൾ ഓർത്തോണം, നമ്മൾ അറിയാതെ സമൂഹത്തിൻ്റെതായ ബന്ധങ്ങളെ നമ്മൾ അഴിച്ചു മാറ്റുകയാണ്. സമൂഹവും ദൈവവും നമുക്ക് തരുന്ന ചില നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ കുടുംബത്തിൽ നമ്മുടെ ശബ്ദം ഉയരുന്നത്, ജീവിത പങ്കാളികളുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാകുന്നത്, മാതാപിതാക്കളോടുള്ള ബന്ധം നമ്മൾ മറന്നു പോകുന്നത്. ഈ ചങ്ങലകൾ, അതായത് സ്നേഹത്തിൻ്റെതായ, കരുണയുടേതായ, സഹനതയുടേതായ ചങ്ങലകൾ ഉരുമിയൊടിച്ച് കഴിയുമ്പോൾ, അതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, നമ്മളുടെ മാത്രം ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ, അത് തുറന്നു തരുന്നത് സാത്താനാണ്. സാത്താൻ നമ്മളെ പ്രേരിപ്പിച്ചോടിക്കും. നീ അങ്ങനെ ചെയ്താൽ മതി, നീ മാത്രമല്ല നന്മ ചെയ്യാനുള്ളത്, മറ്റുള്ളവരുമുണ്ട്. നമ്മൾ അറിയാത്ത രീതിയിൽ ഉപദേശം തരും. അതുകൊണ്ട് നമ്മൾ പ്രിയമുള്ളവരെ കൂടുതൽ ഭയത്തോടുകൂടി ചിന്തിക്കണം, കൂടുതൽ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കരുത്. ഒരു സാധാരണ വ്യക്തിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ഒരു സാധാരണ വ്യക്തി ആലോചിക്കുന്ന ആലോചനകൾ മതി. ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു കൃതി ക്രിസ്റ്റഫർ മാർലോയുടേതായിട്ടുണ്ട്. ക്രിസ്റ്റഫർ മാർലോ ആത്മീയമായൊരു ചിന്താഗതിയോടുകൂടി എഴുതിയ പുസ്തകമാണ് ഡോക്ടർ ഫോസ്റ്റസ്. സാത്താൻ ഒരു മനുഷ്യനിൽ വരുമ്പോൾ അവന് കിട്ടുന്ന അമിതമായ ശക്തി ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന ഒരു ഫിഷുകുരലിലൂടെ മാർലോ തുറന്നു കാണിക്കുകയാണ്. എങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ അസാമാന്യനായി മാറുന്നു. ചില വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലയോ? ആ മനുഷ്യർ പെട്ടെന്നാണ് പൊട്ടിമുളയ്ക്കുന്നത്, പ്രകാശിക്കുന്നത് വളരെ വേഗത്തിലാണ്. എന്നാൽ ഒരു മിന്നൽ പോലെ അവർ പോകുന്നതും കാണാം. അത് നമ്മൾ പ്രാർത്ഥനയോടും ഭയത്തോടും വേദനയോടും കൂടി ഓർക്കണം. ഇതിൻ്റെ പിന്നിലൊക്കെ സഹോദരങ്ങളെ എന്തെങ്കിലും ഉണ്ട്. നമ്മൾ ഒത്തിരി മിടുക്കരാകണ്ട, ഒത്തിരി ധനാഠ്യന്മാരാകണ്ട, ഒത്തിരി പണ്ഡിതന്മാരാകണ്ട. ദൈവം തരുന്ന ബുദ്ധിക്കനുസരിച്ച്, ദൈവം തരുന്ന സഹനതയ്ക്കനുസരിച്ച്, ദൈവം തരുന്ന കരുണയ്ക്കനുസരിച്ച് വളരുവാനും മുന്നേറുവാനും നമ്മൾക്ക് സാധിക്കണം. വീണ്ടും ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ ഭൂതഗ്രസ്തൻ അവൻ്റെ പേര് പറയുകയാണ്, ലെഗ്യോൻ. റോമാ സാമ്രാജ്യത്തിലെ ഒരു കൂട്ടം പടയാളികളുടെ പേരാ, ഒരു പ്രത്യേക ആംഡ് ഫോഴ്സസിൻ്റെ പേരാ പറയുന്നത്, ലെഗ്യോൻ. ഞങ്ങൾ പല കൂട്ടരാ. കർത്താവിൻ്റെ മുമ്പിൽ താണു വീണ് പറയുകയാണ്, കർത്താവേ, ഞങ്ങളെ അയക്കുന്നെങ്കിൽ പാതാളത്തിലേക്ക് അയക്കരുതേ,
അവിടെ ഒരു കൂട്ടം പന്നികൾ മേഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, അവരുടെ ഇടയിലേക്ക് ഞങ്ങളെ അയച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഭൂതഗ്രസ്തൻ പറഞ്ഞത് പാതാളത്തിലേക്ക് അയക്കരുതെന്ന്? പാതാളം സാത്താൻ്റെ ഇരിപ്പിടമാണെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതും? സാത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തേണ്ടതും പാതാളത്തിലല്ലേ? അവൻ്റെ ബന്ധുക്കളും സ്വന്തുക്കളും കൂട്ടുകാരും ഒക്കെ ഉള്ളത് പാതാളത്തിലല്ലേ? അനീതി പ്രവർത്തിക്കുന്നവരുടെ അഭയകേന്ദ്രം, എത്തിച്ചേരേണ്ട സ്ഥലം അതും പാതാളമല്ലേ? എന്നിട്ടും ഭൂതഗ്രസ്തൻ പറയുകയാണ്, എന്നെ പാതാളത്തിലേക്ക് അയക്കരുത്. എന്തായിരിക്കും അതിൻ്റെ കാര്യം? അവൻ്റെ വീടായിട്ടും അവൻ്റെ പ്രദേശമായിട്ടും അവൻ ഭയക്കുന്ന എന്തൊക്കെയോ സംഗതികൾ പ്രിയമുള്ളവരെ പാതാളത്തിലുണ്ട്. അവനൊത്തിരി ഭയക്കുന്നുണ്ട്. അവൻ അതുകൊണ്ടാണ് പറയുന്നത്, എന്നെ പന്നികളിലേക്ക് അയക്കും. അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകത മനസ്സിലാകുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പന്നി വെറുക്കപ്പെട്ട ജീവിയ, അശുദ്ധിയുടെ ജീവിയ. അതിനെ ഭക്ഷിക്കുവാനോ കാണാനോ പോലും പാടില്ല, അതിനെ തൊടാൻ പോലും പാടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പന്നിയിലോട്ട് അയച്ചാലും വേണ്ടില്ല, നീ എന്നെ പാതാളത്തിൽ അയക്കരുത്. അപ്പം അവനൊത്തിരി പേടിയുണ്ട്, ആ സ്ഥലത്ത് പോകാൻ പേടിയുണ്ട്. അപ്പം നമ്മളും ഒത്തിരി പേടിക്കണം. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കും, പാതാളത്തിലേക്ക് പോകുന്ന വഴി ഒരുപാട് വിശാലമാണ്, സ്വർഗത്തിലേക്ക് പോകുന്ന വഴി അത് ഇടുങ്ങിയ വഴിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ദൈവത്തെ വിളിക്കണമെന്നും ഒക്കെ പറയുന്നത്? കാരണം സാത്താൻ അവൻ്റെ ഇരിപ്പിടത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ, അവൻ വെറുക്കുന്നുണ്ടെങ്കിൽ, അത്രമാത്രം ഭീകരമായ എന്തൊക്കെയോ സംഗതികൾ അവിടെയുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ് അവൻ്റെ പ്രതീക്ഷ. പാതാളമെന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത കെടാത്ത തീയും ചാകാത്ത പുഴുവുമാണ്. കെടാത്ത തീ എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഭയങ്കരമായ അഗ്നിഗോളം അവിടെയുണ്ട്. എന്നാൽ പ്രകാശമില്ലാത്ത തീ, മനുഷ്യനെ വെന്തുരുക്കുന്ന തീ, പാതാളത്തിലെ തീയുടെ പ്രത്യേകത ഏതാണ്? അവിടുത്തെ തീ എന്ന് പറയുന്നത് ചൂട് വളരെ കൂടുതലാണ്. ആ ചൂട് വളരെ കൂടുതലെന്ന് മാത്രവുമല്ല, അത് മനുഷ്യനെ നൊമ്പരപ്പെടുത്തുന്ന തീ. എന്തിനാണ് പ്രകാശമില്ലാതെ കത്തുന്ന തീ? അത് പാതാളത്തിലെ തീയാണ്. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ ഐശ്വര്യമെന്ന് നമ്മൾ കരുതുന്ന പലതുമുണ്ട് സഹോദരങ്ങളെ. സമ്പത്ത് കാണുമ്പോഴും, ബുദ്ധി കാണുമ്പോഴും, നല്ല അവസ്ഥകൾ കാണുമ്പോഴും, ഒരു വാഹനം കാണുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കും, അയ്യോ എന്തോ ഒരു പ്രകാശം. സഹോദരങ്ങളെ, നിനക്കർഹമല്ലാത്ത എല്ലാ അനുഭവങ്ങളും അത് പാതാളത്തിലെ തീ പോലെ നമ്മളെ എത്തിക്കുന്നത് അവിടെയാണ്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ, ദൈവത്തെ വിളിക്കാതിരുന്നാൽ, പ്രിയമുള്ളവരെ ഓർത്തോണം, അവിടെ കിട്ടുന്ന അനുഭവങ്ങൾ, സമ്പത്ത് ഒത്തിരി കിട്ടിയെന്നിരിക്കും, അംഗീകാരം ഒത്തിരി കിട്ടിയെന്നിരിക്കും, അനീതിയുടെ പിന്നാലെ പോയാൽ, അശുദ്ധിയുടെ പിന്നാലെ പോയാൽ നമ്മളറിയാത്ത ഒരുപാട് ഭൗതിക വസ്തുതകൾ എനിക്കും നിങ്ങൾക്കും കിട്ടിയെന്നിരിക്കും. എന്നാൽ അതെന്തോരം നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നും ഓർത്തോണം. അഗ്നിഗോളം കത്തി നിന്നാലും ഒരു തരി പ്രകാശം പോലുമില്ല. സാത്താൻ അത് മനസ്സിലാക്കിയിരുന്നു, അവൻ്റെ വാസസ്ഥാനം മനസ്സിലാക്കിയിരുന്നു. ഒരു രീതിയിൽ നമ്മളോടും പറയുകയാണ്, എനിക്കെവിടെ പോയാലും വേണ്ടില്ല, ഈ മനുഷ്യൽ നിന്ന് പോയി ഏറ്റവും വൃത്തികേടായ സ്ഥലത്ത് പോയാലും വേണ്ടില്ല, അവിടെ എന്നെ വിടരുത്. സഹോദര സഹോദരി ഓർത്തോണം, ദൈവം നമുക്ക് പാർക്കാൻ തന്നിരിക്കുന്നത് പന്നികളിലേക്ക് പോകാനുള്ള അവസരമല്ല, മറിച്ച് വെളിച്ചത്തിലേക്കും നന്മയിലേക്കും പോകാനുള്ള അവസരമാണ് ദൈവം നമുക്ക് തരുന്നത്. ആ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തോട് ചേരുവാനും അവനെ പിൻപറ്റുവാനും തക്കവണ്ണം നമ്മൾക്ക് സാധിക്കണം. പൂർവ്വപിതാക്കന്മാർ പാടി പഠിപ്പിച്ചിട്ടുള്ള ഒരു ശ്രേഷ്ഠ ഗാനം, ഇരുളെന്നെ പിടികൂടും പോൾ വെട്ടം കാട്ടാനാരുണ്ട്, എരുതേയിൽ നീ എരിയും പോൾ അയ്യോ കാപ്പാനാരുള്ളൂ. സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് സഹോദരങ്ങളെ നമ്മൾ പുറത്തേക്ക് വരണം. സാത്താനെ ഒരിക്കലും പുറത്താക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനിൽ ദുരാത്മാവ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചില രക്ഷ കെട്ടിയതുകൊണ്ടോ ചില മന്ത്രങ്ങൾ ജപിച്ചതുകൊണ്ടോ ഒന്നും അത് പോകത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞു, സാത്താൻ ഒരിക്കലും ഒരിക്കലും അവൻ്റെ ദുശക്തിയെ മാറ്റത്തില്ല. കാരണം സാത്താൻ്റെ സാമ്രാജ്യത്തെ അവൻ തകർക്കത്തില്ല. ഇന്ന് മനുഷ്യൻ സാത്താനേക്കാൾ വലിയ ശക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്കറിയാം പലതും കാണുമ്പോൾ സാത്താൻ്റെ പ്രേരണയാണെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ ബുദ്ധിക്ക് വിധേയമായി ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ഞാനല്ല ചെയ്തത്, സാത്താനാണത് ചെയ്തതെന്നും പറഞ്ഞ് അത്തരത്തിലുള്ള ആട്രിബ്യൂഷൻ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മളിന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ ഭിന്നതയുണ്ടാക്കുകയാണ്, തർക്കമുണ്ടാക്കുകയാണ്, നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ സാത്താനാകട്ടെ ഒരിക്കലും അവൻ്റെ രാജ്യത്തെ നശിപ്പിക്കത്തില്ല. അപ്പോൾ സാത്താൻ അവൻ്റെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും നമ്മളുടെ ഇടയിൽ ഭിന്നതയും കലഹവും ഉണ്ടാക്കുക, ജാതിയും മതവും വർഗീയതയും ഭിന്നതകളും ആസക്തികളുമൊക്കെ പ്രയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ മറവിൽ നിന്നുകൊണ്ട് സാത്താൻ പ്രവർത്തിക്കുകയാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നാളത്തേക്ക് നമ്മളെ കൊണ്ട് അവൻ മാറ്റിവെപ്പിക്കുകയാണ്. നന്മ ചെയ്യാൻ പോകുമ്പോൾ തിന്മയുടെ ഗുണങ്ങൾ ഉയർത്തിക്കാണിക്കുകയാണ്. വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ അശുദ്ധിയുടെ മാഹാത്മ്യം അവൻ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അവന് നമ്മൾ വശംവദരായി പോകരുത്. ദൈവമുഖത്തേക്ക് നോക്കി നമ്മൾ ശക്തി പ്രാപിക്കണം. കണ്ണുനീരണിഞ്ഞവരായിട്ട് നമ്മൾ തീരണം. സാത്താൻ എത്ര ശക്തനാകുന്നു എന്ന് തോന്നുന്നുവോ, സാത്താൻ മിടുക്കനാണെന്ന് തോന്നുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതലായി വിളിച്ച് അടുപ്പിക്കണം. നമ്മൾ നിലവിളിക്കണം. ഒരു പിഞ്ചു കുഞ്ഞുറക്ക കരയുമ്പോൾ മാതാപിതാക്കൾ ഓടിച്ചെല്ലുമ്പോൾ, സാത്താൻ്റെ കൈകൾ ദൂരെ കാണുമ്പോൾ, ഉറക്ക കരയുന്ന പശ്ചാത്തപിക്കുന്ന ഒരു വിശ്വാസിയെ കാണുമ്പോൾ ദൈവമായ കർത്താവ് ഓടിയടുക്കും. കർത്താവിൻ്റെ മുൻപാകെ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സാത്താന് ശക്തിയും ബലവും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ അവൻ വേറും നിഷ്ഫലനാണ്. കർത്താവിൻ്റെ മുൻപാകെ അവൻ വിറച്ചു പോകും, അവൻ ചഞ്ചലപ്പെട്ടു പോകും. അതുകൊണ്ട് എല്ലാ സ്നേഹത്തിലും ഉപരിയായ സ്നേഹമായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ സന്തോഷം ആസ്വദിക്കുവാനും അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനും ഇടയാകണം. ഇന്ന് ലോകത്തിലുണ്ടാകുന്ന തിന്മ പ്രവൃത്തികളിൽ നിന്നൊക്കെ മാറി നല്ലൊരു നാളെ കാണുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾക്ക് ശ്രമിക്കാം. എൻ്റെ കർത്താവ് വിജയിക്കണം, സാത്താൻ തോൽക്കണം, അവൻ ദൂരെ പോകണം എന്ന ആബ്ദവാക്യം നമ്മളുടെ ഓരോ വാക്കിലും, നമ്മളുടെ ഓരോ ചിന്തയിലും, നമ്മളുടെ ബുദ്ധിയിലും നമ്മൾ ഉയർത്തി കാണിക്കണം. ദൈവമുള്ള ചിന്തയും ദൈവമുള്ള ആലോചനയും ദൈവമുള്ള സമ്പത്തും ദൈവമുള്ള പ്രതാപവും ദൈവമുള്ള യാത്രയും ദൈവമുള്ള കുടുംബജീവിതവും നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. ആ ഒരു നല്ല വഴിത്താരയിലൂടെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കാനാ മുതൽ കാൽവരി വരെ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ദൈവസന്നിധിയിൽ ഉപസംഹരിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുന്നു.